നിങ്ങൾക്കിത് എന്താണെന്നറിയാവോ? ഇതാണ് ജിഗർദണ്ഡ. ഇതിങ്ങനെയല്ല കേട്ടോ ഇരിക്കുന്നത്. ഇത് കൽക്കണ്ടത്തിൻ്റെ രൂപത്തിൽ കല്ല് കണക്കാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴാണ് ഈ രൂപത്തിലോട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ ജിഗർദണ്ഡ ഉണ്ടാക്കിയാലോ? ഇന്ന് എൻ്റെ വകയല്ല, ചേട്ടൻ്റെ വകയാണ് ഈ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് പാല് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. പിന്നെ കുറച്ച് പഞ്ചസാര എടുത്ത് നമ്മൾ കാരമൈസ് ചെയ്യണം. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ, എന്നാൽ കരിഞ്ഞും പോകരുത്. പക്ഷേ ചേട്ടന് ക്ഷമയില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലായപ്പോഴേ ഇങ്ങെടുത്തു. എന്നിട്ട് അത് നമ്മുടെ പാലിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ കലക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ജിഗർദണ്ഡ സെറ്റ് ചെയ്യാനായിട്ട് വലിയൊരു പാത്രത്തിലോട്ടിട്ട് അതിലോട്ട് ഈ പാല് ഒഴിച്ച് സെറ്റാക്കി നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. കുറച്ച് കാഷ്നട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു വട്ടം തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് പാക്കറ്റിൽ ഞങ്ങൾ മേടിച്ചത്. ഫസ്റ്റ് ടൈം ഞങ്ങളിത് മേടിച്ചപ്പം കൽക്കണ്ടമാണെന്നും പറഞ്ഞാൽ മേടിച്ചത്. വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പം മെഴുക് കണക്ക് എന്തോ ഒരു സാധനം. അങ്ങനെ ഞങ്ങളെടുത്ത് കളഞ്ഞു. പിന്നാണ് മനസ്സിലായത് ഇത് ജിഗർദണ്ഡയാണ്. പിന്നെ രണ്ടാമത്തെ വട്ടം പോയപ്പോൾ ഞങ്ങളത് മേടിച്ചു വീട്ടിലുണ്ടാക്കാമെന്നും പറഞ്ഞ്. അങ്ങനെ ദേ നമ്മുടെ ഫ്രീസ് ചെയ്ത ജിഗർദണ്ഡ എടുത്ത് കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. കുറച്ച് അധിക നേരമാണ് വെക്കേണ്ടത്. പിന്നെ അതേ നമ്മുടെ കട്ടയായിട്ട് കിടക്കുന്ന ജിഗർദണ്ഡയൊക്കെ നമ്മൾ കപ്പ് വെച്ചിട്ട് ഉടയ്ക്കുവാണ്. അങ്ങനെ അതേ സെറ്റായി ഐസ്ക്രീമൊക്കെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവൂസിന് കൊടുത്തപ്പോൾ അവൾ അവിടെ മൊത്തമാക്കി. എന്നാലും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.